നമസ്തേ ടു ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റുകൾ. ഇന്ന് നമ്മുടെ കിച്ചണിൽ അരി അരയ്ക്കാണ്ട് കുതിർക്കാണ്ട് കുറേ മണിക്കൂറോളം ഫെർമെൻറ്റേഷൻ വെക്കാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം നമുക്ക് അന്നത്തെ ദിവസം തന്നെ തയ്യാറാക്കാൻ എങ്ങനെയാണ് പറ്റുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിട്ട് അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പം നമ്മുടെ ഈ ഒരു അപ്പം തയ്യാറാക്കാനായിട്ട് ഒരു 8 to 10 അപ്പം നമുക്ക് ഈ ഒരു അളവിൽ തയ്യാറാക്കാം. ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമുക്ക് 1 കപ്പ് നമ്മുടെ സാധാരണ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്നത് ആ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 1 കപ്പ് അളവിൽ നമുക്കൊരു മിക്സി ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് ഒരു 1/4 കപ്പ് ചിരകിയ ഫ്രഷ് ആയിട്ടുള്ള നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചോറ് ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ആഡ് ചെയ്തേക്കുന്നത്. അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ആവശ്യാനുസരിച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഫൈൻ പേസ്റ്റാക്കി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. ആവശ്യാനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നോക്കിക്കോളൂ, നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് 1 മണിക്കൂർ റെസ്റ്റിന് കൊടുക്കാം. ഓരോ ക്ലൈമറ്റ് അനുസരിച്ചാണ് ഫെർമെൻറ്റേഷൻ ടൈം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നോക്കിക്കോളൂ, നന്നായിട്ട് ബബിൾസ് ഒക്കെ വന്ന് നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ടൊന്ന് പുളിച്ച് നന്നായിട്ടൊന്ന് ഫെർമെൻറ്റേഷൻ ആയിട്ടുണ്ട്. അധികം പുള്ളി ഒന്നും ആവണില്ല, കറക്റ്റായിട്ട് നല്ല പാകത്തിനുള്ള ഫെർമെൻറ്റേഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ സാധാരണ ദോശ പോലത്തെ അപ്പമാണ് ചുടുന്നത്. നിങ്ങൾക്ക് സാധാരണ അപ്പത്തിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളൂ. ഞാനിവിടെ ദോശ പോലത്തെ അപ്പമാണ് ചുടുന്നത്. സോ ഞാൻ നോൺ സ്റ്റിക്ക് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ലൈറ്റായിട്ട് ഒരു തവി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, നന്നായിട്ട് ഇതുപോലെ ബബിൾസ് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്കൊന്ന് ആ സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ബബിൾസ് ഇതുപോലെ ഒന്ന് പൊട്ടിയതിന് ശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 2 to 3 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 2 to 3 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നോക്കിക്കോളൂ, നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡിയാണ്. നമുക്കൊരു സ്പാച്ചില വെച്ച് ജസ്റ്റ് ഒന്ന് എടുക്കാം. എടുത്തതിന് ശേഷം നമ്മുടെ പ്ലേറ്റിലോട്ട് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പം കൂടെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പം നോക്കിക്കോളൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം ഇവിടെ റെഡിയാണ്. അരി കുതിർക്കാനോ അരയ്ക്കാനോ ഒന്നും പോകാണ്ട് തന്നെ വെറും ഒരു അരിപ്പൊടിയും കൊണ്ട് തന്നെ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. സോ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തതിന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. സോ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.